തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വർണ്ണവിവേചനം നിലനിന്നിരുന്ന കാലഘട്ടം. അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. യൂറോപ്യൻ വംശജനായ അമേരിക്കക്കാരൻ യുവാവ് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. തൊട്ടടുത്ത് തന്നെ കറുത്ത വൃദ്ധനായൊരു മനുഷ്യനും യാത്ര ചെയ്യുന്നു. ആ യുവാവിന് ഈ വൃദ്ധനെ കണ്ടപ്പോൾ വെറുപ്പാണ് ഉണ്ടായത്. വളരെയധികം നീരസമുണ്ടായി. അദ്ദേഹം ആ വൃദ്ധനായ മനുഷ്യനെ ഉന്താനായിട്ട് തുടങ്ങി. അദ്ദേഹം പരമാവധി ഒതുങ്ങിയിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ യുവാവ് തൻ്റെ ദേഷ്യം പരസ്യമായിട്ട് പ്രകടമാക്കാൻ തുടങ്ങി. ആ വൃദ്ധനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഉന്തുവാനും തള്ളുവാനും തുടങ്ങി. പക്ഷേ ആ വൃദ്ധനായ കറുത്ത മനുഷ്യൻ ഒന്നും പ്രതികരിച്ചില്ല. എല്ലാം സമചിത്തതയോടുകൂടി അദ്ദേഹം സഹിച്ചു. കുറച്ചു നേരം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ആ വൃദ്ധനായ മനുഷ്യന് തനിക്ക് എത്തേണ്ട സമയമായപ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഒരു പുഞ്ചിരിയോടെ ആ യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് തൻ്റെ ബിസിനസ് കാർഡ് എടുത്ത് ആ യുവാവിന് കൊടുക്കുകയാണ്. ബസ്സിലുള്ള എല്ലാവരെയും പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി. ആ യുവാവ് വളരെ പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി ആ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ബിസിനസ് കാർഡിലേക്ക് നോക്കുകയാണ്. അത് നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. അതിലെഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ജോ ലൂയിസ്, ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ US. 1931 മുതൽ 51 വരെ ലോക ബോക്സിങ്ങിലെ നിറസാന്നിധ്യമായിരുന്നു ആ വൃദ്ധനായ ജോ ലൂയിസ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ യുവാവിനെ ഒരു തള്ളലോടുകൂടി മലർത്തി അടിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹത്തിന് ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സിന് ബലമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, സമൂഹ ജീവിതത്തിലായിട്ട്, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, പലപ്പോഴും മറ്റുള്ളവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കാറുണ്ട്, നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. നമ്മളും അതിനോട് പെട്ടെന്ന് പ്രതികരിക്കും. ക്ഷമയെന്ന പുണ്യത്തിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു പുണ്യമല്ല. ആത്മാവിന് ബലമുണ്ടെങ്കിൽ, ഉണ്ടാകണമെങ്കിൽ ഒത്തിരി വർഷങ്ങളുടെ നീണ്ട പ്രയത്നം ആവശ്യമാണ്. ഈ മനുഷ്യൻ ജോ ലൂയിസിന് നീണ്ട വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചത്. നമുക്കും മനസ്സിനെ നിയന്ത്രിക്കാം. അപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി സൗമ്യതയോടുകൂടി പെരുമാറാനായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. അതിന് ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.